ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ T20യിൽ ഞെട്ടിക്കുന്ന പരാജയം ഏറ്റുവാങ്ങിയ ടീം ഇന്ത്യ പിന്നീട് തുടർച്ചയായി 2 കളികളിൽ ജയിച്ച് പരമ്പരയിൽ ഫോമിലെത്തിയിട്ടുണ്ട്. അവസാന 2 കളികളിൽ കൂടി ജയം നേടി ആധികാരികമായി പരമ്പര സ്വന്തമാക്കുകയാകും ഇനി ഇന്ത്യയുടെ ലക്ഷ്യം. ശനിയാഴ്ചയാണ് പരമ്പരയിലെ 4ാം T20 മത്സരം നടക്കുക. ഈ മത്സരത്തിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ കളികളിൽ ബാറ്റിംഗിന് കാര്യമായ അവസരം ലഭിക്കാതിരുന്ന സഞ്ജു സാംസണാണ് ബാറ്റിംഗ് ഓവറിൽ പ്രൊമോഷൻ നൽകുമോ എന്നതും ആരാധകർ ഉറ്റുനോക്കുന്നു. 4ാം T20ക്കുള്ള ഇന്ത്യയുടെ സാധ്യത പ്ലേയിങ് 11 നോക്കാം. 4ാം T20യിലും ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റിംഗിൽ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. സഞ്ജു സാംസൺ അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ബാറ്റിംഗ് പൊസിഷനായ നമ്പർ 3 ലഭിക്കില്ലെന്ന് സാരം. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും യശ്വസി ജയ്സ്വാളും ചേർന്നാകും ഈ കളിയിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുക. 2ാം T20യിൽ വെടിക്കെട്ട് സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മ 3ാം നമ്പറിൽ ഇറങ്ങും. യശസ്വി ജയ്സ്വാളിനെ പോലൊരു കിടിലൻ ഓപ്പണിംഗ് ബാറ്ററെ പുറത്തിരുത്തിയാണ് 2020 ലോകകപ്പിലെ ആദ്യ 3 കളികളിലും ഇന്ത്യ ഇറങ്ങിയത്. ജയ്സ്വാളിന് പകരം രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗ് ബാറ്റ് ചെയ്ത വിരാട് കോഹ്ലിയാകട്ടെ 3 കളികളിലും പരാജയമായി. സ്പെഷ്യലിസ്റ്റ് ഓപ്പണറായ ജയ്സ്വാൾ സ്ക്വാഡിലുള്ള സാഹചര്യത്തിൽ ഇനിയും ഓപ്പണിംഗിൽ കോഹ്ലിയെ വെച്ച് ഇന്ത്യ പരീക്ഷണം നടത്തേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ആദ്യ 3 കളികളിലും ഓപ്പണിംഗ് വിക്കറ്റിൽ ഇന്ത്യക്ക് തിളങ്ങാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം T20യിൽ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച യശസ്വി ജയ്സ്വാൾ ഇതിനകം 17 മത്സരങ്ങളാണ് ഈ ഫോർമാറ്റിൽ കളിച്ചത്. ഇതിൽ 33.46 ബാറ്റിംഗ് ശരാശരിയിൽ 502 റൺസും അദ്ദേഹം നേടിക്കഴിഞ്ഞു. പവർ പ്ലേ ഓവറുകളുടെ ആനുകൂല്യം ശരിക്കും മുതലാക്കാൻ സാധിക്കുന്ന ബാറ്ററാണ് ജയ്സ്വാൾ. അതിനാൽ താരത്തെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യും. ഈ പരമ്പരയിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്ററായ ഋതുരാജ് ഗെയ്ക്വാദാകും 4ാം നമ്പറിൽ ഇറങ്ങുക. കഴിഞ്ഞ 2 മത്സരങ്ങളിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണാകും 5ാം നമ്പറിൽ ഇറങ്ങാൻ സാധ്യത. ടീമിന്റെ വിക്കറ്റ് കീപ്പറും അദ്ദേഹമാകും. കഴിഞ്ഞ കളിയിൽ 7 പന്തുകൾ മാത്രം നേരിടാൻ അവസരം ലഭിച്ച സഞ്ജു 12 റൺസ് നേടി പുറത്താകാതെ നിന്നിരുന്നു. വെടിക്കെട്ട് ബാറ്റിംഗിന്റെ ആശാനായ റിങ്കു സിംഗ് ആകും 6ാം നമ്പറിൽ കളിക്കുക. ശിവം ദുബെ പിന്നാലെ ഇറങ്ങും. കഴിഞ്ഞ കളിയിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ വാഷിംഗ്ടൺ സുന്ദർ 8ാം നമ്പറിൽ എത്തുന്ന ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത് വളരെ മികച്ചതാണ്. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറുടെ സ്ഥാനത്ത് യുവതാരം രവി ബിഷ്ണോയ് തന്നെ കളിക്കാനാണ് സാധ്യത. ആദ്യ 3 കളികളിലും ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഉണ്ടായിരുന്ന വലം കയ്യൻ പേസർ ആവേശ് ഖാൻ ഈ കളിയിൽ നിന്ന് ഇന്ത്യ വിശ്രമം അനുവദിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തുഷാർ ദേശ്പാണ്ഡെയാകും പകരമിറങ്ങുക. ഖലീൽ അഹമ്മദും പേസ് നിരയിലുണ്ടാകും. മോശം ഫോമിലുള്ള ശിവം ദുബെയ്ക്ക് പകരം സഞ്ജു സാംസണെ അമേരിക്കക്കെതിരെ ഇന്ത്യൻ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ആരാധകർക്കിടയിൽ ശക്തമായിരുന്നു. എന്നാൽ USA-ക്കെതിരെ ഇന്ത്യ 39 എന്ന നിലയിൽ തകർന്നു നിൽക്കവേ 5ാമനായി ക്രീസിലെത്തിയ ദുബെ പുറത്താകാതെ 31 റൺസ് നേടി ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു. ഇതുകൊണ്ട് തന്നെ ഇനി ദുബെയെ മാറ്റി സഞ്ജുവിനെ ഇന്ത്യൻ പ്ലേയിങ് 11-ൽ പരിഗണിക്കാൻ സാധ്യത കുറവാണ്. എന്നാൽ സൂപ്പർ 8 സാധ്യത ഉറപ്പാക്കിയതിനാൽ അവസാന ഗ്രൂപ്പ് മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിൽ ചില പരീക്ഷണങ്ങൾ നടത്താനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സഞ്ജു പ്ലേയിങ് 11-ലേക്ക് വരാനുള്ള സാധ്യത ശക്തവുമാണ്. എന്നാൽ ഇത് ആർക്ക് പകരമാകുമെന്ന് കണ്ടറിയണം. T20 ലോകകപ്പിൽ തുടർച്ചയായ 3ാം കളിയിലും ജയം നേടിയ ടീം ഇന്ത്യ മികച്ച ഫോമിൽ തന്നെയാണുള്ളത്. ആതിഥേയരായ USA-ക്കെതിരെ 7 വിക്കറ്റിന്റെ വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത USA നിശ്ചിത 20 ഓവറിൽ 110 എന്ന സ്കോറിൽ ഒതുങ്ങിയപ്പോൾ ഇന്ത്യ 10 പന്തുകൾ ബാക്കി നിൽക്കെ വിജയലക്ഷ്യം മറികടന്നു. ജയത്തോടെ സൂപ്പർ 8 യോഗ്യതയും ടീം ഇന്ത്യ ഉറപ്പാക്കി. അമേരിക്കക്കെതിരെ വിജയിച്ചതോടെ 3 കളികളിൽ 6 പോയിന്റായ ടീം ഇന്ത്യ ഗ്രൂപ്പ് എയിൽ നിന്ന് സൂപ്പർ 8ലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായി. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇനി ഒരു കളി മാത്രമാണ് ഇന്ത്യക്ക് ശേഷിക്കുന്നത്. ജൂൺ 15-ാം തീയതി നടക്കാനിരിക്കുന്ന ഈ മത്സരത്തിൽ കാനഡയാണ് ഇന്ത്യയുടെ എതിരാളികൾ. ആദ്യ 3 കളികളിലും ന്യൂയോർക്കിലാണ് ഇന്ത്യ കളിച്ചതെങ്കിൽ അവസാന ഗ്രൂപ്പ് മത്സരം ഫ്ലോറിഡയിലാണ്.